ക്ഷേത്രാചാരങ്ങൾ മാറ്റരുതെന്ന ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത്. ആചാരങ്ങൾ മാറ്റിയില്ല എങ്കിൽ മന്നത്ത് പത്മനാഭൻ എന്ന വ്യക്തിത്വം ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല. സനാതന ധർമ്മം എന്നാൽ ചാതുർവർണ്ണ്യം തന്നെയാണ്. ഇതിനെ പിന്തുണയ്ക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്. മനുസ്മൃതിയിലും ചാതുർവർണ്ണ്യത്തിലും അധിഷ്ഠിതമായ ഭരണഘടനയാണ് രാജ്യം ഭരിക്കുന്നവർക്ക് ആവശ്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സനാതന ധർമ്മം എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണെന്നാണ്. നിഘണ്ടുവിൽ തന്നെ അതിന് കൃത്യമായ അർത്ഥമുണ്ട്. ഹിന്ദുത്വ മുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ശരിയായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൊള്ളപൂശാൻ വേണ്ടിയിട്ടാണ്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് VD സതീശൻ ശ്രമിക്കുന്നത്. VD സതീശൻ പറഞ്ഞ വേറെ ഉപനിഷത്തുകൾ, തത്വമസി, ഇങ്ങനെ കുറെ പേര് പറഞ്ഞു ഇതൊക്കെയാണ് സനാതന, ഇതെന്റെ എന്തിൻ്റെതാണ് സനാതന ധർമ്മം. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അടിമത്ത തുല്യമായി ജീവിച്ച ഈ കേരളം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ? സുകുമാരൻ നായർ പറയാണ് ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല. ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നെങ്കിൽ മന്നത്ത് പത്മനാഭനില്ല. അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ നമ്പ്യാരെ പോലെ ഒരു പത്മനാഭൻ ഉണ്ടാവുമായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉണ്ടായതല്ലോ എന്തുകൊണ്ടാ? മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് സവർണ വിഭാഗത്തിന്റെ ഭാഗമായി യാത്ര നയിച്ച് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുന്ന നേതൃത്വം കൊടുത്ത് അവിടെ ഇവിടെയെല്ലാം ഉള്ള പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന